ഇന്ന് വിവരവിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അച്ചടി വിദ്യയിൽ നിന്ന് പത്രമാസികകളുടെ കടലാസ് നിർമ്മാണത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സൈബർ യുഗത്തിൽ നാം എത്തപ്പെട്ടിരിക്കുന്നു. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഇന്ന് വലിയ വ്യാവസായിക വിപ്ലവത്തിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കപ്പുറത്ത് മനുഷ്യാനന്തര യന്ത്രവൽക്കരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പോസ്റ്റ് ഹ്യൂമൻ ഇറ എന്ന് കേട്ടിട്ടുണ്ടാവും. മനുഷ്യന് ശേഷം യന്ത്രങ്ങളും റോബോട്ടുകളുമെല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്. എന്നാൽ ഒരു ദിവസം നാം ഇങ്ങനെ എത്തിച്ചേർന്നതല്ല എന്ന് മനസ്സിലാക്കണം. കടലാസ് നിർമ്മാണത്തിൻ്റെയും അച്ചടി യന്ത്രത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പത്രപ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ജേർണലിസം, ആ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം വലിയൊരു ചരിത്രമാണ്. ആ ചരിത്രത്തെ നാം അറിയണം. ഇന്ത്യയിലെ പത്രപ്രവർത്തനം, കേരളത്തിലെ പത്രപ്രവർത്തനം, ആ പത്രപ്രവർത്തന ചരിത്രത്തിൽ ആരാണ് കൂടുതൽ സംഭാവനകൾ നൽകിയത്? ഇന്ത്യയിലെ പത്രങ്ങൾ ആരാണ് തുടങ്ങിയത്? ഇന്ന് കാണുന്ന ഈ വലിയ മാറ്റങ്ങളുടെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? ആ ചരിത്രം നാം പഠിക്കണം. അത് പ്രസ് ക്ലബ്ബുകളിലും പത്രപ്രവർത്തന ചരിത്രങ്ങളിലും അത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ചരിത്രം ക്രൈസ്തവരുടെ ചരിത്രം കൂടിയാണ്, മിഷണറി ജേർണലിസത്തിൻ്റെ ചരിത്രം കൂടിയാണ്. അതാണ് നാം പരിശോധിക്കുന്നത്. നമ്മളെങ്ങനെ നമ്മളായി. ഇൻഫർമേഷൻ റവല്യൂഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിവരവിപ്ലവം, വിവരസാങ്കേതികവിദ്യയുടെ വിപ്ലവത്തിൻ്റെ അത്യുച്ചകോടി നാം നിൽക്കുകയാണ്. നാം ഇന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ പഴയ മനുഷ്യർക്ക് ഈ പുതിയ ലോകം അമ്പരപ്പിക്കുന്നതാണ്. അച്ചടി വിദ്യയുടെയും കടലാസ് നിർമ്മാണത്തിൻ്റെയും കൈയെഴുത്തിൻ്റെയും ഒക്കെ കാലത്തിൽ നിന്ന് ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. കാളവണ്ടി യുഗത്തിൽ നിന്ന് സൈബർ യുഗത്തിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. ബുക്ക് കൾച്ചറിൽ നിന്ന് സ്ക്രീൻ കൾച്ചറിലേക്കുള്ള ഒരു മേജർ ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ഇന്ന് പോസ്റ്റ് ഹ്യൂമൻ ഇറ എന്ന് ആൾക്കാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യാനന്തര ലോകം. മനുഷ്യൻ അപ്രസക്തനാകുകയും യന്ത്രങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. സൈബോർഗിൻ്റെയും റോബോട്ടുകളുടെയും ഒരു കാലം. ഇന്നും നമ്മുടെ ഈ കേരളത്തിൽ റോബോട്ടുകളുള്ള വീടുകളുണ്ട്. എനിക്കറിയാവുന്ന ഒരു വീടുണ്ട്. അവിടെ വീടുകൾ ക്ലീൻ ചെയ്യുന്നത് റോബോട്ടുകളാണ്. റോബോട്ടുകളുടെയും സൈബോർഗിൻ്റെയും കാലഘട്ടം മനുഷ്യാനന്തര യന്ത്രവൽകൃത കാലഘട്ടത്തെ സൂചിപ്പിക്കുകയാണ്. അതിശീഘ്രം പായുകയാണ് മനുഷ്യൻ മുന്നോട്ട്. അവിടെയാണ് നമ്മൾ അച്ചടി വിദ്യയെക്കുറിച്ചും അതിൻ്റെ സംഭാവനയായ പത്രപ്രവർത്തനത്തെക്കുറിച്ചും ജേർണലിസത്തിൻ്റെ ഇടപെടലിലൂടെ സാമൂഹ്യ നവോത്ഥാനത്തിന് കരുത്തേകിയ ഒട്ടനവധി പ്രക്രിയകളെക്കുറിച്ചും നാം കൂടുതലായി അറിയേണ്ടതായിട്ടുണ്ട്. ചൈനയിലാണ് കടലാസ് നിർമ്മാണത്തിൻ്റെയും അച്ചടി വിദ്യയുടെയുമൊക്കെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ലോകത്തെമ്പാടും അത് പരന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ ലോകത്തെമ്പാടും അത് എത്തിച്ചു. ഗോവയിൽ ആദ്യമായി ഒരു അച്ചടി യന്ത്രം ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നു. പിന്നെ കൊല്ലത്തും കോട്ടയത്തും ഒക്കെ അച്ചടി യന്ത്രങ്ങളുണ്ടായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നറിയണ്ടേ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പത്രങ്ങളുണ്ട്, ഇഷ്ടംപോലെ ആനുകാലികങ്ങളുണ്ട്, വാരികകൾ, മാസികകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഗ്രന്ഥശാലകൾ, ലൈബ്രറികളുണ്ട്. പക്ഷേ തിളക്കമാർന്നൊരു ചരിത്രമാണ് നമ്മുടെ ഇന്ത്യയിലെ, കേരളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം. ഇന്ത്യയിലെ പത്രങ്ങൾ ആരാണ് ആരംഭിച്ചത്? ആദ്യത്തെ പത്രമേതാണ്? ഈ പ്രിൻ്റ് മീഡിയയുടെ, പ്രിൻ്റ് ജേർണലിസത്തിൻ്റെ ചരിത്രം ആരുടെ ചരിത്രം കൂടിയാണ്?
എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ പത്രം ആരംഭിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഇന്ത്യയിൽ അച്ചടി യന്ത്രം കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരാണ്. അതുകൊണ്ട് ഇംഗ്ലീഷുകാർക്കും മിഷണറിമാർക്കും ഇന്ത്യയിലെ പത്രപ്രവർത്തന ചരിത്രത്തിൽ വേണമെങ്കിൽ മിഷണറി ജേർണലിസം എന്ന് വേണമെങ്കിൽ പറയുന്നത് തെറ്റില്ല. മിഷണറി ജേർണലിസം 1780-കളിൽ ഇന്ത്യയിൽ ആദ്യമായി പത്രം ആരംഭിക്കുന്നത് ഇംഗ്ലീഷുകാരാണ്. ഇന്ത്യയിലെ പത്രങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണ് അവർ ആരംഭിച്ചത്. ബംഗാൾ ഗസറ്റ്, പിന്നീട് ഇന്ത്യൻ ഗസറ്റ്, കൽക്കത്ത ഗസറ്റ്, ബംഗാൾ ജേണൽ, ഇങ്ങനെ നിരവധിയായ പത്രങ്ങൾ. 1780-ലെ കാര്യമാണെന്ന് ഓർക്കണം. 1780-കളിൽ ഇന്ത്യ എന്താണ്, കേരളം എന്താണ്, ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമുക്കറിയാം. ഇന്നും ഇന്നലെയുമുള്ള ചരിത്രമല്ല പറയുന്നത്, 1780-കളിലെ ചരിത്രമാണ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് പത്രങ്ങൾ ഇംഗ്ലീഷുകാർ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ പ്രൗഢമായ ഒരു പത്രപ്രവർത്തന ചരിത്രം ഇന്ത്യയിൽ രൂപീകരിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചത് ഇംഗ്ലീഷുകാരാണ്. എപ്പോഴും ഇംഗ്ലീഷുകാരെ വിമർശിക്കുന്നവരുണ്ട്. എന്തിൻ്റെയും പേരിൽ മിഷണറിമാരെ വിമർശിക്കുന്നവരുണ്ട്. മിഷണറിമാർ ഇന്ത്യയുടെ സംസ്കാരത്തെ കളങ്കപ്പെടുത്തിയെന്ന് നിരന്തരമായി മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. അവരൊരു കാര്യം മനസ്സിലാക്കണം. സമസ്ത മേഖലകളിലും അവർ നടത്തിയിട്ടുള്ള സാമൂഹ്യ പരിവർത്തന മേഖലയിലെ ഇടപെടലുകളെ വില കുറച്ച് കാണാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് 1780-ൽ നമ്മുടെ ഇന്ത്യ എന്തായിരുന്നു? 2022-ൽ ഇന്ത്യയുടെ അവസ്ഥ നമുക്കറിയാം. ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ 1780-കളിലെ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരം നാം ഒന്ന് ചിന്തിക്കണം. ആ 1780-ലാണ് ബംഗാൾ ഗസറ്റ് ഇംഗ്ലീഷുകാർ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ പത്രപ്രവർത്തന ചരിത്രത്തിൻ്റെ തുടക്കം അതാണ്. അതുകൊണ്ടാണ് മിഷണറി ജേർണലിസം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. 1850-കൾക്ക് ശേഷം 1850-കൾക്ക് ശേഷം സറാംപൂർ മിഷണറിമാർ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്രങ്ങൾ ആരംഭിക്കുന്നു. വില്യം കേറിയുണ്ട്, അതുപോലെ തന്നെ മാർഷലുണ്ട്. സറാംപൂർ മിഷണറിമാർ അത് ആരംഭിക്കുന്നു. സമാചാർ ദർപ്പൺ, അതൊരു പത്രത്തിൻ്റെ പേരാണ്. ഇംഗ്ലീഷിലും ബംഗാളി ഭാഷയിലും അവർ പത്രം പ്രസിദ്ധീകരിക്കുകയാണ്. സമാചാർ ദർപ്പൺ. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ 1850-കൾക്ക് ശേഷം 60-70 കാലഘട്ടങ്ങൾ ആദ്യത്തെ പത്രം തുടങ്ങുന്നത് മിഷണറിമാരാണ്. രാജ്യസമാചാരം. അത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ നെട്ടൂർ ഇല്ലിക്കുന്നത്ത് ബംഗ്ലാവിലാണ്. ഹെർമൻ ഗുണ്ടറട്ടിൻ്റെ ബംഗ്ലാവിലാണ്, കല്ലച്ചിലാണ്. കല്ലച്ച്. ഇന്നത്തെ അച്ചടി വിദ്യയുടെ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. കല്ലച്ചിന്മേലാണ് അതടിക്കുന്നത്. ഇന്ന് പത്രം വരുമ്പോൾ പത്രാധിപരുടെ പേരുണ്ട്. ഇന്നൊരു ചെറിയ മാസിക പോലും വരുമ്പോൾ അതിൻ്റെ അടിയിൽ എഡിറ്ററിൻ്റെ പത്രാധിപരുടെ പേരുണ്ട്. ഇതിൽ പത്രാധിപരുടെ പേര് പോലുമില്ല. കല്ലച്ചന്മേലാണ് അടിക്കുന്നത്. എന്താണ് ആ പത്രത്തിൻ്റെ പേര്? രാജ്യസമാചാരം. രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. അതും ഈ കണ്ണൂർ തലശ്ശേരിയിലെ നെട്ടൂരുള്ള ഹെർമൻ ഗുണ്ടറട്ടിൻ്റെ ബംഗ്ലാവിലാണ് അതും പ്രസിദ്ധീകരിച്ചത്. അതും കല്ലച്ചിലാണ് അടിച്ചത്. അപ്പോൾ പ്രൗഢമായൊരു പത്രപ്രവർത്തന ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്, കേരളത്തിനുള്ളത്. ഇന്ന് പ്രസ് ക്ലബ്ബുണ്ട്, പത്രപ്രവർത്തക യൂണിയനുകളുണ്ട്, അസോസിയേഷനുണ്ട്. പക്ഷേ എത്ര പേർക്കറിയാം ഈ പത്രപ്രവർത്തന സമൂഹം കടപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവ സഭയോടാണ്, മിഷണറിമാരോടാണ് എന്ന കാര്യം എത്ര പേർക്കറിയാം?
അപ്പോൾ രാജ്യസമാചാരം, പശ്ചിമോദയം, പിന്നീട് മൂന്നാമത് വരുന്നതാണ് ജ്ഞാനനിക്ഷേപം. അത് കോട്ടയത്തു നിന്നാണ്. കോട്ടയത്തു നിന്ന് മലയാളിയായ ജോർജ് മാത്തനെ നമുക്കറിയാം. മല്ലപ്പള്ളിയിലെ ആദ്യത്തെ തദ്ദേശീയനായ ഒരു പട്ടക്കാരനാണ്, ഒരു വൈദികനാണ് ജോർജ് മാത്തൻ. ഹോക്സ്വർത്തിനെ പോലെയുള്ള മിഷണറിമാർ മല്ലപ്പള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ സുവിശേഷ പ്രവർത്തനം, മിഷണറി പ്രവർത്തനം, ദൈവത്താൻ എന്ന് പറയുന്ന മല്ലപ്പള്ളി അടിമയെ ഇന്നേക്ക് 160 വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനസ്നാനം നൽകി ഹാബേലാക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ ജ്ഞാനസ്നാനത്തിൻ്റെ ചരിത്രം, സുവിശേഷ വിപ്ലവം, സാമൂഹിക പരിവർത്തന വിപ്ലവം, അതിന് നേതൃത്വം വഹിച്ച ആളാണ് ഹോക്സ്വർത്തിനോടൊപ്പം ജോൺ മാത്തൻ. മല്ലപ്പള്ളിയിൽ അച്ഛൻ എന്നും അദ്ദേഹത്തിന് വിളിക്കും. അദ്ദേഹമാണ് ഈ ജ്ഞാനനിക്ഷേപം പത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പിന്നീട് ഇഷ്ടം പോലെ പത്രങ്ങൾ നസ്രാണി ദീപിക നീക്കിയാണ്. നസ്രാണി ദീപിക ക്രിസ്ത്യാനി ക്രൈസ്തവരുടെ ഒരു അഭിമാനമായി പിന്നീട് അത് മാറി. പിന്നീടാണ് മലയാളം മനോരമയിലെത്തി നിൽക്കുന്നത് 1880-കൾക്ക് ശേഷം 90-കളിൽ. അങ്ങനെ 1880-കളിൽ രാജ്യസമാചാരത്തിൽ ആരംഭിച്ച് പശ്ചിമോദയം, ജ്ഞാനനിക്ഷേപം, അങ്ങനെ വികാസ സംഗ്രഹം, പശ്ചിമതാരക, കേരളപാണിനി, ഇങ്ങനെ ഒട്ടനവധി പത്രങ്ങളുടെ കേരള പതാക, അങ്ങനെ വിവിധങ്ങളായ ചെറുതും വലുതുമായ പത്രങ്ങളിലൂടെ നസ്രാണി ദീപികയിലെത്തി മലയാള മനോരമയിൽ വന്ന് എത്തി നിൽക്കുന്ന ഒരു പത്രപ്രവർത്തന ചരിത്രത്തിൻ്റെ പുറകോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നാം എത്തി നിൽക്കുന്നത് ഇവിടെ എത്തിയ മിഷണറിമാർ ആരംഭിച്ച പത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറൊരു കാര്യം, ഈ പത്രങ്ങളിലെല്ലാം അവർ കൈകാര്യം ചെയ്തിരുന്നത് മതേതരമായ വിഷയങ്ങളാണ്. ഒരിക്കലും സുവിശേഷം പ്രചരിപ്പിക്കുകയല്ല ജ്ഞാനനിക്ഷേപം ചെയ്തത്. പശ്ചിമോദയം, അതുപോലെ തന്നെ ഈ പത്രങ്ങളിലെല്ലാം രാജ്യസമാചാരം, പശ്ചിമോദയം, ഈ പത്രങ്ങളിലെല്ലാം സുവിശേഷം പ്രചരിപ്പിക്കുകയല്ല ചെയ്തത്. അവർ മതേതരമായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഭൂമിശാസ്ത്രമുണ്ട്, അതുപോലെ ചരിത്രം. മാർപ്പാപ്പയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗ്രാൻഡ് ഫാദർ റോമിലെത്തുന്നതിലൂടെയാണ്. അദ്ദേഹം എത്തിയ വാർത്ത ഈ പത്രത്തിലൂടെയാണ് ആദ്യം നാട്ടുകാരറിയുന്നത്. ആരെക്കുറിച്ച്? മാർപ്പാപ്പയെക്കുറിച്ച്, റോമിനെക്കുറിച്ച് ഒരു വാർത്ത. ഈ പത്രങ്ങൾ നിരന്തരമായി ആളുകളെ അറിയിച്ചിരുന്ന വാർത്ത സുവിശേഷങ്ങളൊന്നുമല്ലായിരുന്നു. ഭൂമിശാസ്ത്രം, ചരിത്രം, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ, ക്ഷാമങ്ങളുടെ വിവിധങ്ങളായ ചരിത്രങ്ങൾ, വാർത്തകളാണ് നടത്തിക്കൊണ്ടിരുന്നത്, ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നത്. ഈ വാർത്തകൾ ജനങ്ങളെ അറിയിക്കുക വഴി രാജ്യസമാചാരമാകട്ടെ, ജ്ഞാനനിക്ഷേപം, അതുപോലെ പശ്ചിമോദയം പത്രങ്ങളെല്ലാം ഒരു സുവിശേഷീകരണത്തിൻ്റെ ഉപാധിയായി സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജനത്തെ ബോധവൽക്കരിക്കാൻ, ദേശീയമായി ഐക്യപ്പെടുത്താൻ, അവരെ ഒരു ജനാധിപത്യ ബോധം കൊടുക്കാൻ, പൗരബോധം കൊടുക്കാൻ ഈ പത്രങ്ങൾക്ക് കഴിഞ്ഞു. ഇവരെ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിൽ, അവരെ ഐക്യപ്പെടുത്തുന്നതിൽ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ, ലോകത്തെമ്പാടുമുള്ള സമരങ്ങളെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചും അവരെ അറിയിക്കുന്നതിൽ മിഷണറി ജേർണലിസത്തിന്, മിഷണറിമാർ തുടങ്ങിയ പത്രങ്ങൾക്ക് ഒരു പങ്കുണ്ടായിരുന്നു. എങ്ങനെയാണത് അറിഞ്ഞത്? പത്രങ്ങൾ വായിച്ചറിഞ്ഞു. പത്രങ്ങളിലൂടെയാണ് വിദേശ ചരിത്രങ്ങൾ അറിഞ്ഞത്. വിദേശങ്ങളിൽ നടന്നിട്ടുള്ള സമരങ്ങളെക്കുറിച്ച്, വിപ്ലവങ്ങളെക്കുറിച്ച്, വിദേശങ്ങളിൽ നടന്നിട്ടുള്ള ഒട്ടനവധി പോരാട്ടങ്ങളെക്കുറിച്ച്, കവിതകളെക്കുറിച്ച്, കഥകളെക്കുറിച്ച്, സമരചരിത്രങ്ങളെക്കുറിച്ച്
ഈ പത്രങ്ങളിലൂടെയെല്ലാം അറിഞ്ഞ് ഈ നാട്ടുകാരായ ആൾക്കാർക്ക് വലിയ ദേശീയബോധമുണ്ടാകുകയും പൗരബോധമുണ്ടാകുകയും പക്വമായ ജനാധിപത്യ ബോധമുണ്ടാകുകയും ഒക്കെ ചെയ്യുക വഴി അവർ രാജ്യത്തെ ഐക്യപ്പെടുത്തുന്നതിലും സ്വാതന്ത്ര്യസമരങ്ങളിൽ പങ്കെടുക്കുന്നതിലും ഈ പത്രങ്ങൾക്ക് ഒരു പങ്കുണ്ടായി. അതുകൊണ്ട് മിഷണറിമാർ ആരംഭിച്ച പത്രങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ദേശീയ പ്രസ്ഥാനത്തിലും കൃത്യമായ ഇടപെടലും പങ്കുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് വലിയൊരു പത്രപ്രവർത്തന ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ മിഷണറിമാർ ആരംഭിച്ച പത്രത്തെ മറക്കാൻ കഴിയുമോ? ബംഗാൾ ഗസറ്റിനെ, കൽക്കത്ത ജേണലിനെ, ഇന്ത്യ ഗസറ്റിനെ, സമാചാർ ദർപ്പൺ, ജ്ഞാനനിക്ഷേപം, പശ്ചിമോദയം, രാജ്യസമാചാരം, നസ്രാണി ദീപിക, അങ്ങനെ എല്ലാ തരത്തിൽ ക്രൈസ്തവ സമൂഹം എഴുത്തിലൂടെ, പത്രപ്രവർത്തനത്തിലൂടെ, മിഷണറി ജേർണലിസത്തിലൂടെ നടത്തിയ ഇടപെടലുകളാണ് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു തരുന്നതിൽ പ്രേരകമായതെന്ന് നാം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾ, പുതിയ പഠനങ്ങൾ, പുതിയ അന്വേഷണങ്ങൾ കൂടുതലായി നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയും കൂടുതൽ ചരിത്ര ബോധ്യങ്ങളിലേക്ക് നമ്മെ വഴിനടത്തുകയും ചെയ്യും. അതുകൊണ്ട് പത്രപ്രവർത്തന ചരിത്രവും മിഷണറി ജേർണലിസവും എങ്ങനെയാണ് നാടിൻ്റെ ഭാഗതയത്തെ അടയാളപ്പെടുത്തിയതെന്നും ഒരു ചരിത്ര രൂപീകരണത്തിലും സാമൂഹിക രൂപീകരണത്തിലും എങ്ങനെയാണ് മിഷണറിമാർ പത്രങ്ങളെ ഉപയോഗിച്ചതെന്നും അറിയുന്നതിലൂടെ നാടിൻ്റെ ചരിത്രം കൂടിയാണ് നാം അറിയുന്നത്. അത് ഈ പ്രദേശത്തിൻ്റെ ചരിത്രമാണ്, ഈ ദേശരാഷ്ട്രത്തിൻ്റെ ചരിത്രം കൂടിയാണ്. നാം അതറിയണമെന്ന് ഒരുപക്ഷെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നാം അതറിയുന്നതിലൂടെ സാമ്പ്രദായികമായ ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളെ മനസ്സിലാക്കാനും നമുക്ക് നമ്മുടെ ചരിത്രം കൂടുതൽ അറിയാനും അവസരം ലഭിക്കുകയാണ്. അതാണ് മിഷണറിമാരുടെ പത്രപ്രവർത്തനത്തിൻ്റെയും ജേർണലിസത്തിൻ്റെയും അച്ചടിവിദ്യയുടെയും ചരിത്രം എന്ന് നാം അറിയുക.